I'm Nisha Sasikumar, Vice Principal, AMC Group of Educational Institution, Manisseri, Ottaparam. Today I'm before you with a small PPT presentation about accounting standards. Actually, this is an introduction topic, convergence to international financial reporting system, shortly IFRS. Before going into the history of IFRS, it's very essential to know about accounting standards. So this small PPT is about accounting standards. I hope this will be useful to all the faculties who are in the commerce field and also for the students, especially to the first year students who are doing their second sem. They have a subject financial accounting and their module 4 is convergence to international financial reporting standards. So we will begin accounting standards. Meaning of accounting standards. What do you mean by AS? In short, we call as AS. What does this AS means? Actually, AS means it's a regulatory framework within which financial statements are prepared. And who prepares these financial statements? In all the countries, financial statements and these regulatory frameworks are prepared by certain professional accounting bodies. In India, there's Institute of Chartered Accountants, CAI. IFRS എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്ലോബലൈസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് തന്നെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണ് എന്ന് മനസ്സിലാവാതെ നമ്മൾ ഗ്ലോബലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിലേക്കായാലും IFRSലേക്ക് നമ്മൾ കടക്കുന്നുണ്ടാവും. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രാക്ടീസിനെ ഒരു ഹാർമോണൈസ്ഡ് വേയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണക്ക് പുസ്തകം വെക്കുക, ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ICAI ഒക്കെ വരുന്നതിന് മുമ്പും ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. അന്നും കണക്കൊക്കെ വെച്ചിരുന്നു. കണക്കും ലാഭവും നഷ്ടവും പ്രോഫിറ്റും അതേപോലെ തന്നെ ഇൻകം എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷെ അതിനൊരു ഹാർമണി ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താണോ ഇഷ്ടം, എങ്ങനെയാണോ ഇഷ്ടം, അതുപോലെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. വൈ എന്നാള് അയാൾക്ക് ഇഷ്ടാവുന്ന രീതിയിൽ അയാൾ ഒരു പുസ്തകം എടുത്ത് അയാൾ എഴുതുന്നു. സോ ഇറ്റ് വാസ് ഹാവിങ് എ ഡൈവേഴ്സ് ഫോമാറ്റ്. ആ ഡൈവേഴ്സ് ഫോമാറ്റിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് നാളെ വേറെ പല സ്ഥലത്തും ബുദ്ധിമുട്ടുകൾ വരുന്നപ്പോൾ ഒരു ഹാർമോണൈസ്ഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ റൂൾസ്, പോളിസീസ്, പ്രാക്ടീസസ് വരണം എന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ഓരോ കൺട്രിയിലെയും പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡീസ് അവരൊരു സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തു. ആൻഡ് ഈ സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസിലാണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഓരോ കൺട്രിയിലെയും ബിസിനസ് പീപ്പിൾ ഇവരുടെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. സോ meaning of accounting standards means they are written statements issued from time to time by professional accounting bodies and they are regulatory framework within which financial statements are prepared. So in short we can say that accounting standards are the guidelines for accounting. Then coming to the what are the objectives of accounting standards? ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നല്ലതാണ് എന്ന് പറയുന്നു. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എഴുതി ഉണ്ടാക്കുമ്പോൾ അവരുടെ ഈ പ്രൊഫഷണൽസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അതിൽ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു? വൈ ദേ പ്രിപ്പയർഡ് ദിസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? വാസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ്. അതിന് നമ്മളൊരു പോയിന്റ് ബൈഫർക്കേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ. One of the major objectives of accounting standard is to provide information to the users. It sets standards on which accounts have to be prepared. Debit rules, credit rules, classification, personal accounts, real accounts, nominal accounts. ഇങ്ങനെ ഓരോ
ട്രാൻസാക്ഷൻസിനെയും ഡിവൈഡ് ചെയ്യും. അത് നോമിനൽ ആണോ, പേഴ്സണൽ, അതിലത്തെ ട്രാൻസാക്ഷൻസ് ഇൻവോൾവ് ചെയ്ത അക്കൗണ്ട്സ് നോമിനൽ അക്കൗണ്ട്സ് ആണോ, പേഴ്സണൽ അക്കൗണ്ട്സ് ആണോ, റിയൽ അക്കൗണ്ട്സ് ആണോ എന്നൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യും, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് the standards regarding the transactions or debit and credit rules. And this another objective is to harmonize different accounting processes. ഒരു gap ഉണ്ട്, പല type of accounting processes ഉണ്ട്. So there is a gap. ഈ gap fill ചെയ്തു accounting standards. It harmonized this different accounting processes എന്നുള്ളതാണ്. അതൊരു ഒരു പ്രോസസ് ഒന്നോ രണ്ടോ പ്രോസസ് ടൈപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ രണ്ട് പ്രോസസ്സിലെയും തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഗ്യാപ്പുകൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫിൽ ചെയ്ത് തരികയാണ് ചെയ്തത്. ആൻഡ് അനദർ ഒബ്ജക്റ്റീവ് ഇസ് എൻഹാൻസ് ദി കണ്ടന്റ്സ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഫൈനൽ അക്കൗണ്ട് ആണ്. ഫൈനൽ അക്കൗണ്ട്സിന്റെ കണ്ടന്റുകൾ എൻഹാൻസ് ചെയ്തു. കണ്ടന്റ് എൻഹാൻസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അതിനോട് കൂട്ടി പറയേണ്ട രണ്ട് വേർഡാണ് ഇറ്റ് ഇൻക്രീസ് ദി ക്രെഡിബിലിറ്റി ആൻഡ് കമ്പാരബിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോഴാണ് അതിലെ കണ്ടന്റ് ഉണ്ട്. നമ്മളൊരു പറയുന്ന ഒരു ഇൻഫർമേഷൻ, ഒരു പറയുന്ന ഒരു കാര്യത്തിന് ഇൻഫർമേഷനായി മാറണം എന്നുണ്ടെങ്കിൽ ദ കണ്ടന്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ബി ക്രെഡിബിൾ ആൻഡ് ക്രെഡിബിലിറ്റി ആൻഡ് ഇറ്റ് കമ്പാരബിലിറ്റി ഒക്കെ എന്നുള്ള ഇതാണ്. അപ്പൊ വിശ്വസിക്കാമല്ലോ, ഒരു വളരെ വിശ്വസനീയമായ ഒരു CII പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത സ്റ്റാൻഡേർഡ്സിലാണ് നമ്മൾ നാച്ചുറലി ചെയ്യുന്നത്. സോ നാച്ചുറലി ഇറ്റ് വിൽ ബി വെരി ക്രെഡിബിൾ. ആൻഡ് ദി അനദർ ഒബ്ജക്റ്റീവ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്സ്. അതായത് നേരത്തെ പറഞ്ഞു, സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പും ബിസിനസ് ചെയ്തിരുന്നു, അന്നും ലാഭവും നഷ്ടവും ഒക്കെ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അക്കൗണ്ട് ബുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. ഒരാള് വേറൊരു രീതിയിൽ ചെയ്യുന്നു, മറ്റേ വേറൊരു രീതിയിൽ ചെയ്യുന്നു, ഒരു യൂണിഫോമിറ്റി ഇല്ല. സോ ബട്ട് നൗ എ ഡേയ്സ് അങ്ങനെയല്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തതുകൊണ്ട് നാച്ചുറലി ആ സ്റ്റാൻഡേർഡ്സ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഒരു യൂണിഫോം റിസൾട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വലിയൊരു വേർഡാണ് കമ്മ്യൂണിക്കേഷൻ. തൊട്ട് മുമ്പിലത്തെ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇൻഫർമേഷൻ തരുന്നു, ഹാർമണൈസ് ചെയ്യുന്നു, കണ്ടന്റ് ഉണ്ട്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അനദർ വൺ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ. കമ്പാരിസൺ എന്നുള്ള ഇത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് പറയേണ്ട രണ്ട് കീവേഡ്സ്, ഇന്റർഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. ബിസിനസ് ആംഗിളിൽ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം കമ്പാരിസൺ, ഇൻട്രാഫേം കമ്പാരിസൺ ആൻഡ് ഇന്റർഫേം. സോ വാട്ട് ഈസ് ദിസ്? ഇൻട്രാഫേം കമ്പാരിസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരേ കമ്പനിയുടെ പ്രീവിയസ് ഇയറും കറണ്ട് ഇയറും ഉള്ള അനാലിസിസ് നടത്താം, അല്ലെങ്കിൽ പാസ്റ്റ് 6 months ട്രെൻഡ് അനലൈസ് ചെയ്യാം. സോ ഒരേ ഫേമിന്റെ ഉള്ളിൽ നടത്തുന്ന കമ്പാരിസൺസ്, ഫിനാൻഷ്യൽസ് അല്ലെങ്കിൽ ഫിഗേഴ്സിനെ കമ്പയർ ചെയ്യുന്നതാണ് ഇൻട്രാ ഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. അതേസമയം ഫേം എക്സ് ഇസ് കമ്പയർഡ് വിത്ത് ഫേം വൈ. ഇത് രണ്ടും സിമിലർ ബിസിനസ് ചെയ്യുന്ന രണ്ട് കമ്പനീസ് ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിലെ രണ്ട് കമ്പനീസ് ആണ് വെച്ചോളൂ. ഒന്ന് BSNL മറ്റൊന്ന് ജിയോമാണ്. ഈ രണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസിനെ മാനുവൽ റിപ്പോർട്ട്സ് എടുത്ത് സ്റ്റഡി ചെയ്യാണ്. ഓരോ വാല്യൂസും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇന്റർഫേം കമ്പാരിസൺ എന്നുള്ളതാണ്. ഈ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടാണ്, ഈ സെയിം സ്റ്റാൻഡേർഡാണ് രണ്ടുപേരും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഈസി ടു കമ്പയർ എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ വെരി ഒബ്ജക്റ്റീവ് of the objective, to improve the quality of financial statements. അതായത് നേരത്തെ പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ, ഇൻഫർമേഷൻ ഉണ്ട്, ഹാർമണി ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, റിലയബിൾ ആണ്, അതേപോലെ തന്നെ കമ്പയറബിൾ ആണ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. നാച്ചുറലി ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് വരികയാണെങ്കിൽ നാച്ചുറലി ഇറ്റ് ഈസ് ഇംപ്രൂവിംഗ് ദി ക്വാളിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഇൻ ഷോർട്ട്, ദി ഒബ്ജക്റ്റീവ്സ്
ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് പോയിന്റ് ആയിട്ട് നമ്മൾ എക്സാമിനൊക്കെ മാർക്ക് കിട്ടുമ്പോൾ പോയിന്റ്സ് ആയിട്ട് എഴുതുമ്പോൾ വളരെ ഭംഗിയായിട്ട് എഴുതുക. ഇൻഫർമേഷൻ തരുന്നു, ഹാർമോണൈസ് ചെയ്യുന്നു, കണ്ടന്റ് എൻഹാൻസ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ക്വാളിറ്റി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവൈസേഷനും നടക്കും എന്നുള്ളതാണ്. Coming to the next, what are the advantages of accounting standards? അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വന്നതോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ വേർഡ്സ് ഒക്കെ വീണ്ടും എടുക്കുകയാണ്, റിലയബിലിറ്റി അങ്ങനെയുള്ളത്. പക്ഷേ വിൽ പോയിന്റ് ഇറ്റ് ബൈ വൺ. Enhances the credibility and reliability of the financial statement. അതായത് credibility and reliability നെ എക്സ്പ്ലെയിൻ ഒറ്റ വേർഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു വേർഡ് പറയാം. Gives confidence. Accounting standards create a sense of confidence among the users of accounting information. ഞാൻ ഒരു കമ്പനിയുടെ ഷെയർ എനിക്ക് വാങ്ങിക്കണം. ഞാൻ ആക്ച്വലി ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുകയാണ്. കഴിഞ്ഞ പാസ്റ്റ് 4 yearsന്റെ അവരുടെ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഐ എം വെരി കോൺഫിഡൻറ്റ് ബിക്കോസ് ഇത് ഓഡിറ്റഡ് ആണ്. അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം അവർ ചെയ്തതുകൊണ്ടാണ് ഓഡിറ്റർ അതിലൊരു സീൽ കൊടുത്തിട്ടുള്ളത്. സോ നാച്ചുറലി യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അത് എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്, കോൺഫിഡൻസ് കൊടുക്കുന്നു. ദാറ്റ് ദിസ് പ്രൊവൈഡ്സ് ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ടു ദി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അനദർ അഡ്വാൻറ്റേജ് യൂണിഫോമിറ്റി. Accounting information disclosed in a financial statement cannot be interpreted in any other manner. അതിന് വേറൊരു യൂണിഫോമിറ്റി, എനിക്ക് അതിന് വേറൊരു വേർഷൻ കൊടുക്കാൻ പറ്റില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ P&L അക്കൗണ്ടിൽ അതിന് ഡെബിറ്റ് ബാലൻസ് ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. എനിക്കിനി അതിന് വേറൊരു അല്ല അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് എന്നാലും അത് അവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഒരു യൂണിഫോമിറ്റി ഉണ്ട്. This cannot be നമുക്ക് തോന്നുന്ന പോലെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. It can be interpreted only in the manner as disclosed in the standards എന്നുള്ളതാണ്. Then another one is elimination of ambiguity. Ambiguity means confusion എന്നുള്ളതാണ്. അതായത് disclosure and valuation have been developed on uniform basis. There would be no ambiguity. അത് ഈ റൂൾസ് ആണ്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഇപ്പം ഇല്ല, ഇപ്പം ആ റൂൾസ് ഉപയോഗിക്കാൻ പാടില്ല എന്നാ പറയാം, ഗോൾഡൻ റൂൾസ് എന്ന് പറയും. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം, ഡെബിറ്റ് ഓൾ അസറ്റ്സ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ലയബിലിറ്റീസ് എന്നൊക്കെ പറയുന്ന ഇത് വരുമ്പോൾ നാച്ചുറലി നമുക്ക് കൺഫ്യൂഷൻസ് ഒഴിവായി എന്നുള്ള. എന്താ ചെയ്യേണ്ടത്, ഒരു അസറ്റിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? യു റെഫർ ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ഒബ്ലിഗേഷൻ ആണെങ്കിൽ അത് ലയബിലിറ്റി ആണ്. ലോങ് ടേം ലയബിലിറ്റി ആണെങ്കിൽ അത് ബോറോയിങ്സ്, ലോങ് ടേം ബോറോയിങ്സിൽ എഴുതണം. 1 yearനുള്ളിൽ നമ്മൾ അത് കൊടുത്തു തീർക്കേണ്ടതാണെങ്കിൽ അത് ഷോർട്ട് ടേം ലയബിലിറ്റി ആണ്. വളരെ ക്ലിയർ ആയിട്ട് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അവിടെ വളരെ കൃത്യം. ഹോളി ബുക്കാണ് ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ച്. AS എന്ന് പറയുന്ന ഹോളി ബുക്കാണ്. എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ആ കൺഫ്യൂഷൻസ് തീർക്കാൻ അവിടെ സെക്ഷൻസും റോളും സ്റ്റാൻഡേർഡ് AS 1 2 there are lot of standards, 54 52 സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അത്രയും സ്റ്റാൻഡേർഡ്സ് നമുക്ക് അതിന് കിട്ടാൻ പറ്റും. And the another advantage is comparison. നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് ഇന്റർഫേം ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺസ് എന്നുള്ളതാണ്. അതായത് ഈ സെയിം മെത്തഡോളജി ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി ടു കമ്പയർ ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. And the next another point about advantages is determination of managerial accountability. Accounting standards are useful in measuring the efficiency. നമുക്ക് ഒരു മാനേജ്മെന്റിന് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ലിക്വിഡിറ്റി റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നമുക്ക് സോൾവൻസി റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറ്റും. ജനറൽ പ്രോഗ്രസ് ഓഫ് ദി എന്റർപ്രൈസ്, ഇതൊക്കെ വളരെ ഈസി ആയി ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് AS ഉപയോഗിച്ചിട്ടാണ് അവർ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലയബിലിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് നമുക്ക് പേ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അതാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. നമ്മുടെ ലോങ് ടേം ലയബിലിറ്റീസ്, വലിയ ലോണുകളൊക്കെ ലോങ് ടേം ലോൺസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ആ ലോൺസ് ഒക്കെ റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ,
അതിന് മാത്രമുള്ള അസറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ, അതാണ് സോൾവൻസി റേഷ്യോസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ this will be ഒരു മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. എഫിഷ്യൻസി ഓഫ് ദി മാൻ. And another point is useful to shareholders, investors and researchers etc. എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിന്റെ മുകളിലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. സോ ഓരോ കമ്പനിയും ആസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ച് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ഗവൺമെന്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവരെ പോലെയുള്ള യൂസേഴ്സ് അവർക്കത് വളരെ പെട്ടെന്ന് അത് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഒരു കോമൺ സ്റ്റാൻഡേർഡാണ് എല്ലാവരും ഫോളോ ചെയ്തിട്ടുള്ളത്, എല്ലാ കമ്പനിക്കാരും ഒരു കോമൺ സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. സോ ദി ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതേപോലെ ബാങ്കിൽ ലോണിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോയി കൊടുക്കുകയാണ് പാസ്റ്റ് 5 years, അവർക്ക് അത് പെട്ടെന്ന് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സോൾവൻസി പൊസിഷൻ നമ്മുടെ എങ്ങനെയാണ്, നമുക്ക് ലോൺ അതിൽ നിന്നൊക്കെ പെട്ടെന്ന് നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അവർക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദി ഇന്റേണൽ ആൾക്കാരാണ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി എന്നുള്ള പറഞ്ഞ, അതുപോലെ എക്സ്റ്റേണൽ യൂസേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ സ്റ്റാൻഡേർഡ്സ് വെച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അനദർ തിങ് ഇസ്, നമ്മൾ പറയില്ലേ ക്വാളിറ്റി ഇംപ്രൂവ് ആയി എന്ന് പറയുമ്പോൾ, ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. ഇറ്റ് റേസസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റർക്ക് ഒരു പെർട്ടിക്കുലർ ചെയ്യുന്നത് കറക്റ്റ് ആണോ അല്ലേ എന്ന് കൃത്യമായി പറയാൻ പറ്റും. AS നോക്കി AS1 പ്രകാരം ആരാണോ അത് ചെയ്തിട്ട് AS4 അവിടെ അപ്ലൈ ഡിപ്രീസിയേഷൻ പ്രോസസ്സ് മാറ്റിയിട്ടുണ്ട്, അപ്പൊ വന്നിട്ട് അവരെങ്ങനെ അക്കൗണ്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇറ്റ് റേസസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ് ഇറ്റ് സെൽഫ് ഇൻ ഇറ്റ്സ് ടാസ്ക് റിപ്പോർട്ടിംഗ് ഓൺ ദി ഫിനാൻഷ്യൽ. ഓഡിറ്റർ ജോലി ടാസ്ക് എന്ന് പറയുന്നത് റിപ്പോർട്ട് അബൌട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ അയാൾക്ക് അതൊന്നും കൂടി ഒരു പ്രൊഫഷണലിസം അയാൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ഇതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാവാണ് ക്രെഡിബിലിറ്റി, റിലയബിലിറ്റി, യൂണിഫോമിറ്റി, കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യുക, കമ്പയർ ചെയ്യാൻ പറ്റുക, ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും യൂസ്ഫുൾ ആവുക. അതേപോലെ ഓഡിറ്റിങ്ങിന്റെ സ്റ്റാൻഡേർഡ്, അവരുടെ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഒന്നുകൂടി എല്ലാം എൻഹാൻസ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ASന്റെ ഇമ്പോർട്ടൻസ് ആണ്. AS ഇല്ലാന്നിരുന്നെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇല്ല. കാരണം AS പഠിച്ച് AS ചെയ്യുന്ന രീതിയിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഓരോ അക്കൗണ്ടന്റിന്റെയും ജോലി. സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ എന്നുള്ളതാണ്. കമ്മിങ് ടു ദി നെക്സ്റ്റ് സ്ലൈഡ്, വി ക്യാൻ സീ ഇവിടെയാണ്. അപ്പൊ AS വളരെ ഗുണമായി എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ദ നെക്സ്റ്റ് സ്ലൈഡ് ഈസ് ഒരു ഗ്ലോബൽ, ഇന്ത്യയുടെ അക്കൗണ്ട് ICAI പ്രിപ്പയർ ചെയ്തിട്ടുള്ള AS സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ കാലം കുറച്ച് മാറിയപ്പോൾ നീഡ് ഫോർ എ ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇവിടെയാണ് സത്യത്തിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം അതിന്റെ ഒരു സ്റ്റാൻഡേർഡിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. വാട്ട് ഈസ് ദ നീഡ് ഫോർ എ ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്? ഇന്ത്യക്ക് ICAI പ്രിപ്പയർ ചെയ്ത് AS മാത്രം പോരെ, എന്തിനാണ് ഒരു ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്? വാട്ട് ഈസ് ദ നീഡ് ഫോർ സച്ച് എൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ് ഈ സ്ലൈഡിലേക്ക് നമ്മൾ പറയും. യെസ്, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് നമ്മൾ ഒരു ട്രെമൻഡസ് ചേഞ്ചസ് ആണ് ഇൻ ദ വേൾഡ് ഓഫ് കോമേഴ്സ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒരു മാസീവ് ആണ് ബിസിനസ് എൻവയൺമെന്റിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ നാട്ടിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ബിസിനസ് ഇറ്റ് ഓപ്പൺ ദി ഡോർസ്. നമ്മൾ ബൗണ്ടറി കടന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ക്രോസ് ദി ബോർഡേഴ്സ്. ആൻഡ് അവിടുന്ന് ഇന്റർനാഷണൽ ഫേംസ് എൻറ്റേർഡ് ഇൻ ടു നമ്മുടെ കൺട്രിയിലേക്ക് വരുന്നത് തുടങ്ങി എന്നുള്ളതാണ്. ഫോറിൻ കമ്പനീസ് ഇന്ത്യയിൽ സബ്സിഡറീസ് തുടങ്ങുക, ഇന്ത്യൻ കമ്പനീസ് ഫോറിൻ കമ്പനീസിനെ പർച്ചേസ് ചെയ്യാം, ഇന്ത്യൻ കമ്പനി ഇങ്ങനെ ബൗണ്ടറി കടക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. US ഓൾവേസ് ഫോളോസ് US ഗ്യാപ്പ് എന്ന് പറയുന്ന അവരുടെ അതിനെ അങ്ങനെ തന്നെ പറയാം, US ഗ്യാപ്പ്. ഇന്ത്യ AS ഫോളോ ചെയ്ത് വരാം. IAS ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ് യൂറോപ്യൻ കമ്പനീസ് ചെയ്യുക. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സ്റ്റാൻഡേർഡ്സിൽ വളരെ സേഫ് ആയിട്ട് ബിസിനസ് ചെയ്തിരുന്നവര് ബൗണ്ടറി കടന്ന് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാച്ചുറലി ദ നീഡ് ഫോർ ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ്. റീസെന്റ് ഡെവലപ്മെന്റ്സ്.
So അതിലേക്ക് വരുമ്പോൾ the need നമ്മൾ point by point പറയാൻ തുടങ്ങുകയാണെങ്കിൽ the first point is development of multinational corporations. ആവശ്യം വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മൾട്ടിനാഷണൽ കമ്പനീസും ട്രാൻസ്നാഷണൽ കമ്പനീസും അവരുടെ ഹെഡ് ഓഫീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി ഓരോ കൺട്രിയിൽ. സോ ഒരു ഡിഫറെന്റ് കോർണേഴ്സിൽ നിന്നാണ് ഓപ്പറേറ്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിനാഷണൽ ആൻഡ് ട്രാൻസ്നാഷണൽ പറയുമ്പോൾ രണ്ടും ഫോറിൻ കമ്പനീസ് തന്നെയാണ്. രണ്ടും ഫോറിൻ ബേസ്ഡ് ആയിട്ടുള്ള അപ്പുറത്തേക്കും രണ്ട് കൺട്രീസിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവരാണ്. സോ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ they will be having subsidiaries in other countries. മറ്റ് കൺട്രീസിലൊക്കെ അവർ സബ്സിഡറീസ് കമ്പനീസുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ട്രാൻസ്നാഷണൽ അങ്ങനെയല്ല. ഒരു കോർപ്പറേറ്റ് അവർക്ക് ഓരോ കൺട്രിയിലും അവർ വേറെ വേറെ ആയിട്ടാണ് അവർ ബിസിനസ് ചെയ്യുക. സബ്സിഡറി ഫോർമാറ്റ് ഇല്ല അവിടെ. അതാണ് ഡിഫറൻസ്. എന്തായാലും ഒക്കെ പോട്ടെ. നമ്മളെ സംബന്ധിച്ച് അക്കൗണ്ടിങ് ചാൻസ് ഒരു കൺട്രി ബോർഡർ കടന്ന് അപ്പുറത്തെ കൺട്രിയിലേക്ക് പോയി ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നാച്ചുറലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എൻഡിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണമല്ലോ. അത് രജിസ്റ്റേർഡ് കോർപ്പറേറ്റ് ഓഫീസ് എവിടെയാണോ അവർ തന്നെയാണ് ഹെഡ് ഓഫീസാണ് എന്ത് ചെയ്യേണ്ടത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അവരത് പ്രിപ്പയർ ചെയ്യുമ്പോൾ മറ്റ് കമ്പനീസ് സബ്സിഡറീസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സബ്സിഡറി കമ്പനി ഉണ്ട്, ടയോട്ടയ്ക്ക് സബ്സിഡറി കമ്പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടയോട്ടയുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യുഎസിലാണ് അവരുടെ ജപ്പാനിലാണ് അവരുടെ ഹെഡ് ഓഫീസ് എന്നുണ്ടെങ്കിൽ ആ ഫോർമാറ്റിലേക്ക് അവർ കൺവേർട്ട് ചെയ്യണം. അല്ലാണ്ട് ഇത് രണ്ടും കൂടി മെർജ് ചെയ്യാൻ പറ്റില്ല. സോ വൺ ഓഫ് ദ റീസൺ ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ബിസിനസ് പോകുന്നത് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഗ്രോ ചെയ്യും. അതായത് ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഫണ്ട് കിട്ടുന്നത് ഇന്ത്യൻസിൽ നിന്ന് മാത്രമല്ല, വി ആർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വന്ന് നമ്മുടെ കമ്പനികളുടെ ഷെയർസും കാര്യങ്ങളും വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസ് അബ്രോഡ് പോയിട്ട് പൈസ കളക്ട് ചെയ്ത് വരുന്നുണ്ട്. അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മാത്രമല്ല ഫണ്ട് കളക്ട് ചെയ്യുന്നത്, അവർ ഫോറിൻ കൺട്രീസിൽ പോയിട്ട് അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ഷെയർ ഫ്ലോട്ട് ചെയ്ത് പൈസ അവിടുന്ന് ഇവിടെ ഡൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല പീക്ക് ടൈം ആണെങ്കിൽ അവിടെ പോയിട്ട് ഫ്ലോട്ട് ചെയ്ത് ആ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്നുള്ളതാണ്. പ്രസന്റ് ഇയർ ഓർഗനൈസേഷൻസ് നമ്മുടെ ഡൊമസ്റ്റിക് സ്റ്റോക്ക് മാർക്കറ്റിനെ മാത്രം റേസ് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ് ഫേംസ്. മാത്രമല്ല ഇനിയൊരു തമ്മിൽ ഇഷ്യൂസ് വരാൻ തുടങ്ങും. ലെജിസ്ലേറ്റീവ് റിക്വയർമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് ലെജിസ്ലേഷന്റെ ആവശ്യം വരാൻ തുടങ്ങി. യൂണിഫോമിറ്റി, ഹാർമണൈസേഷൻ, റാഷണലൈസേഷൻ, കമ്പാരബിലിറ്റി, ട്രാൻസ്പാരൻസി, അഡാപ്റ്റബിലിറ്റി, ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ലെജിസ്ലേറ്റീവ് റിക്വയർമെന്റ് വന്നു. ICAI AS ഓരോ ASും എഴുതുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കും, ICAI ഏറ്റെടുക്കും. അതേപോലെ തന്നെ ഒരു ലെജിസ്ലേറ്റീവ് റിക്വയർമെന്റ് നമുക്ക് വേണ്ടി വന്നു. ആൻഡ് കമ്മിങ് ടു അനദർ പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു മേർജ് ചെയ്യണം. ഹെഡ് ഓഫീസ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ട ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ഇത് പല സബ്സിഡറി ഓരോ കൺട്രി പല സബ്സിഡറി കമ്പനീസിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇത് മെർജ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ രീതിയിലാണെങ്കിൽ ഇത് കൺവേർജ് ചെയ്യണം. ഇത് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന ബേസ് സ്റ്റാൻഡേർഡ്സിലേക്ക് ഇത് കൊണ്ടുവന്ന് കൺവേർജ് ചെയ്യണം. ഒരുപാട് സമയമെടുക്കും ആൻഡ് കോസ്റ്റ്, അതിനുള്ള എക്സ്പേർട്സ് വേണം. സോ എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ്സ് ആണല്ലാണ് കണക്ട് ചെയ്തേക്കണമെന്നുണ്ടെങ്കിലോ ഇറ്റ്സ് വെരി ഈസി. പെട്ടെന്ന് ആഡ് ചെയ്ത് പോരല്ലേ വേണ്ടു. സോ ഇറ്റ് സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ് എന്നാണ്. അതേപോലെ അനലൈസ് ചെയ്യണം രണ്ട് കൺട്രീസിലെ ഫിനാൻഷ്യൽ പൊസിഷൻ. ടൊയോട്ട അവിടെ ഇവിടെ ഒക്കെ അവർക്ക് സബ്സിഡറീസ് ഉണ്ട് വിചാരിച്ചോളൂ. സോ അവർക്ക് ഓരോ കൺട്രിയിലുള്ള അവരുടെ യൂണിറ്റിനെയും ഒന്ന് കമ്പയർ ചെയ്യണം, അനലൈസ് ചെയ്യണം. അവരെല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ്സിലാണ് അത് ചെയ്തേക്കണമെന്നുണ്ടെങ്കിലോ നെസ്ലെ US, നെസ്ലെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ തമ്മിൽ നെസ്ലേക്ക് ഒന്ന് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ഫോർ അനാലിസിസ്. സോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് അനദർ ഇസ് ഇൻക്രീസിങ് ദ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നമ്മൾ ഡിഫറെന്റ് ഓർഗനൈസേഷൻ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻസ് അത് പ്രിപ്പയർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. നമുക്ക് കുറച്ചും കൂടി വി ഹാവ് മോർ ഫെയ്ത്ത് ദ റിപ്പോർട്ടഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നുള്ളതാണ്. അപ്പൊ നാച്ചുറലി ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് എന്നുള്ളതാണ്.
മറ്റവർക്ക് AS ഒന്നും ചിലപ്പോൾ ഒരു US റെസിഡന്റിന് മനസ്സിലാവുണ്ടാവില്ല. ബട്ട് അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അങ്ങേർക്ക് അത് ക്ലിയർ ആയിട്ട് വളരെ ഈസി ആയിട്ട് ഇൻക്രീസ് കോൺഫിഡൻസ്. നമ്മളൊരു ഷെയർ വാങ്ങിക്കാൻ പോകുമ്പോൾ പെട്ടെന്നൊന്നും പോയി വാങ്ങിക്കില്ല. നമ്മൾ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രീവിയസ് 5 ഇയേഴ്സിന്റെ വായിച്ച് നോക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമ്മളൊരു കമ്പനിയെ പോയി പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ വായിക്കണ്ടേ, മനസ്സിലാവണ്ടേ? ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് അവിടെ ഒരു നെസസിറ്റി ആയിട്ട് അറിയുന്നതാണ്. ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. അപ്പൊ അവിടെ ആകുമ്പോൾ പല സ്റ്റാൻഡേർഡ്സിൽ എഴുതിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നതിനേക്കാൾ ഈസി ആണല്ലോ ഒരൊറ്റ ലാംഗ്വേജിൽ എഴുതിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. നമ്മളൊരു പ്രോവേർബ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഗ്രാമർ പാർട്ടാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ ഗ്രാമർ പാർട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നമ്മളിങ്ങനെ പറയും പഠിക്കാൻ എളുപ്പത്തിന്. അക്കൗണ്ടൻസി പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് എഴുതണമെങ്കിൽ നല്ല ഗ്രാമർ വേണം അല്ലെ? അതേപോലെ തന്നെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ ഗ്രാമർ പാർട്ടാണ് അക്കൗണ്ടിങ്